ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ശനിയാഴ്ചയാണ്, അതുകൊണ്ട് ഇന്ന് അവർക്ക് പോകണ്ടായിരുന്നു, ട്യൂഷനും പോകണ്ടായേ. ഇന്ന് അവർക്ക് അവധിയായതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ. നമ്മളെ ലേറ്റായിട്ട് എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അവർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഫുഡ് വേണമല്ലോ. അവർ ലേറ്റായിട്ട് എഴുന്നേറ്റാലും നേരത്തെ എഴുന്നേറ്റാലും അമ്മയെ വിശക്കെന്നും പറഞ്ഞിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഗോതമ്പ് ദോശയും നമ്മുടെ തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി രണ്ടിനെയും വിളിച്ചപ്പോൾ രണ്ട് വഴിക്കാണ്. ഒരാൾ അവിടെ ഇരുന്നിട്ട് തുണി തയ്ക്കുന്നു. തുണി തയ്ക്കാൻ തന്നെ ഇപ്പം എൻ്റെ നൈറ്റി തുണിയും എൻ്റെ അല്ലാത്ത നല്ല ചുരിദാറിൻ്റെ തുണിയൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ സ്വന്തമായിട്ട് തയ്യലാണ്. സ്വന്തമായിട്ട് തയ്ക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോളെ. സ്വന്തമായിട്ട് പാവ ഉണ്ടാക്കലും സ്വന്തമായിട്ട് എന്താ പറയുക സഞ്ചി ഉണ്ടാക്കലും ഉടുപ്പുണ്ടാക്കലൊക്കെ ഇപ്പം മെയിൻ പരിപാടിയായിട്ടിരിക്കുന്നത്. ദോശയൊക്കെ എടുത്ത് വെച്ചിട്ട് വിളിച്ചിട്ട് പോലും ആശാട്ടി എഴുന്നേറ്റ് വരുന്നില്ലേ. ഭയങ്കര കാര്യമായിട്ട് ഇന്ന് തുണി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദോശയൊക്കെ വിളമ്പി ഞാനും മോനും കൂടെ കഴിക്കാനങ്ങ് ഇരുന്നേ. ആശാട്ടി അടിക്കുക. ഇത് രണ്ടെണ്ണം ഇപ്പം കീരിയും പാമ്പുമാണ്. കണ്ടു കഴിഞ്ഞ അടിയാണ്. പിന്നെ മെസ്സി ഫാനാണ് എൻ്റെ മോനെ. അതിൻ്റെ ഉടുപ്പ് ഇപ്പം ശരീരത്തിൽ നൂരത്തേ ഇല്ല. ഇത് കഴുകി എടുത്തിട്ടാലും അത് വീണ്ടും ഉണക്കി അവൻ എടുത്തിടും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞ ഉടനെ കേക്കിൻ്റെ പരിപാടിയിലോട്ട് ഞാൻ കയറി. കേക്ക് ഈവനിങ് കൊടുക്കാനുള്ള കേക്കാണ്. അതിൻ്റെ ബേക്കിംഗ് മാത്രമേ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളായിരുന്നേ. ബാക്കി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ അത് ചെയ്യാനായിട്ട് അങ്ങ് കയറിയതാണ്. ഞാൻ എപ്പോൾ കേക്ക് ചെയ്താലും അത് ഏത് കേക്കാണെങ്കിലും അതിനകത്ത് കുറച്ച് നട്ട്സ് പിന്നെ ചോക്കോ ചിപ്സും ചോക്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് മേടിക്കുമ്പോൾ അവർക്ക് കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ തോന്നണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ മോൻ ഈ വീഡിയോ കണ്ടേ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അമ്മ എന്താ ചിരിക്കാത്തേ, അമ്മ എന്താ ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കാത്തേന്ന് കേട്ടോ. ഫൈനൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഫ്രീസറിൽ കയറ്റി വെച്ചേ. കുറച്ച് നേരത്തേക്ക് 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കാറുണ്ട്. അപ്പം നല്ലതുപോലെ തണുത്ത് കിട്ടുകയെ, പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടി. പിന്നെ ഞാൻ താഴെ നമ്മുടെ ഫ്രിഡ്ജിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് വെക്കണം. ഇതിൻ്റെ ഡിസൈനൊക്കെ ലാസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ്. പിന്നെ ഉച്ചത്തേക്ക് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചാണ്, കുഴിമന്തി മേടിച്ചായിരുന്നേ. അങ്ങനെ അതും ഒറ്റയ്ക്കിരുന്നാണ് കഴിച്ചത്. അവരെ വിളിച്ചപ്പോൾ വരത്തില്ല. ഇവിടെ കുഴിമന്തി മേടിച്ചാൽ കഴിക്കാത്ത ഒരാളുണ്ട്. കുഴിമന്തി ബിരിയാണി ഒന്നും മേടിച്ചതാണ്ട് ഇദ്ദേഹത്തിന് ഇറങ്ങത്തില്ല, അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്ക് ചോറൊക്കെ കഴിച്ച് വന്ന് കിടന്നപ്പോഴത്തേക്കാണ് നല്ല മഴ തുടങ്ങിയ ഇവിടെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഉറക്കമൊന്നും നടന്നില്ല. പിന്നെ ഞങ്ങളിങ്ങനെ പുറത്തോട്ട് നോക്കി, ജനലേ കൂടെ പുറത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമാണ്. മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിനകത്ത് കാറ്റും മഴയും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടിക്കുമ്പോൾ നല്ല തിര ഇളകുകയെ, നമ്മുടെ തിരമാലയൊക്കെ കടലിൽ തിരമാല വരുന്ന കണക്കാണ് തിര ഇളകി വരുന്നത്.